ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ കോയ കോളിംഗ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് ഇതിൽ. മുസ്ലിം ആൾ മുസ്ലിമായിരുന്നു, ഇപ്പോൾ അതൊന്ന് മാറിയിട്ട് ഹിന്ദു അല്ല മുസ്ലിമും അല്ല, ആൾക്ക് മതമില്ല എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് സംസാരിച്ചതിന് പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നത് ഹിന്ദുക്കൾക്ക് മറ്റേ അലൈക്കും അസ്സലാം പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത്, ഒരു ഉസ്താദ് സംസാരിക്കുന്നതാണ് അത് പറയുന്നത്. ആൾ പറയുന്നത് ഹിന്ദുക്കളുടെ അടുത്ത് അലൈക്കും അസ്സലാം പറയാൻ പാടില്ല, അവർ വേറെ ജാതികളാണ്, അങ്ങനെ പറയാൻ പാടില്ല. വേണമെങ്കിൽ അവരുടെ ഗുഡ് മോർണിംഗോ ഗുഡ് നൈറ്റോ അങ്ങനെയൊക്കെ പറയാം, ഗുഡ് ഈവനിങ്ങോ അങ്ങനെയൊക്കെ പറയാമെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബറി മസ്ജിദ് പൊളിച്ചതിനെ പറ്റിയിട്ട് ഒരു ചെക്കൻ ചോദിക്കുന്നുണ്ട്. അത് രാവണൻ എന്താണ് നമ്മുടെ ദൈവത്തിൻ്റെ അമ്പലമെന്ന് പറഞ്ഞിട്ടത് തെളിഞ്ഞ് എന്നിട്ടാണ്, അതും അവരുടെ പള്ളി ഒരു സൈഡിലുണ്ട്, ഒരു സൈഡിലാണ് നമ്മുടെ അമ്പലം പണിതിരിക്കുന്നത്. എന്നിട്ട് അതും ഇതിൽ പറയുന്നുണ്ട് അവർ ഹിന്ദുക്കൾ ചെയ്തത് തെണ്ടിത്തരൽ. അപ്പം ഇങ്ങോര് എതിർക്കുന്നുണ്ട് കേട്ടോ. അത് അവരുടെ അമ്പലമായിരുന്നില്ലേ, പിന്നെന്തിനാ നിങ്ങളിങ്ങനെ എതിർക്കണം? മുസ്ലിമുകളൊരു പേപ്പട്ടികളാണ് പറഞ്ഞത്. ഈ മുസ്ലിം തന്നെയാണ് മുസ്ലിമിന് പറയുന്നത്. പിന്നെ അതുമാതിരി മക്ക മദീനയൊക്കെ അതും നമ്മുടെ വിഗ്രഹങ്ങളാണ്. അവർ അള്ളാഹു എത്രയോ വർഷത്തിന് മുമ്പാട് നമ്മുടെ കുറേ വിഗ്രഹങ്ങൾ തെച്ചുടച്ചിട്ടാണ് അതിൽ പള്ളി പണിതിരിക്കുന്നത്. അതൊക്കെ ഒരു ചരിത്രങ്ങൾ വായിച്ചിട്ട് പറയുന്നൊരു വ്യക്തി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ കേട്ടതിനെ പറ്റിയിട്ട് ഒരു ഉദാഹരണം ഞാൻ പറയണേ. തൃശ്ശൂർ ഞാനൊരു വീട്ടിൽ, ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ഞാൻ ജോലിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ കുറേ അനുഭവങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ ആ ഉമ്മയ്ക്ക് വന്നിട്ട് 5 ആണും 2 പെൺമക്കളുമാണ്. ഈ 5 ആണ് നോക്കാണ്ട്, ഇത് 2 ആണ് മരിച്ചിട്ട് 3 ആണ് ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവസാനം കൊണ്ടുവന്നത് ഒരു ചെറിയ മകളുടെ വീട്ടിലേക്കാണ് അവർ തൃശ്ശൂർ കൊണ്ടുവന്നത്. നമ്മുടെ തൃശ്ശൂർ മനോരമൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരും, ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് അതിൻ്റെ അടുത്താണല്ലേ. അപ്പോൾ ആ ഉമ്മനെ നോക്കിയിരുന്നത് ഞാനാണ്. ഞാൻ പോകുമ്പോൾ അവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ എന്നാലും 85 അത്ര വയസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സെക്കൻഡ് ഫ്ലോറിൽ ഞാനും ആ ഉമ്മയും, ഫസ്റ്റ് ഫ്ലോറിൽ അവരുടെ മോളും ഭർത്താവും, പിന്നെ തേർഡ് ഫ്ലോറിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇരുന്ന് ഒരു 10-22 ദിവസമായപ്പോൾ ഈ ഉമ്മ, ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് ഇനി മാക്സിമം 2 ദിവസമൊക്കെ ഉള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെയാണ് കണ്ടീഷൻ. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ എന്നെ തന്നെ പൊങ്ങച്ചം പറയല്ല, അങ്ങനെ മരിക്കണതിൻ്റെ ഒരു 2 ദിവസം മുപ്പാടൊക്കെ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അത് എന്താണ് മായം അല്ലെങ്കിൽ മറിമായം എന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. കുറേ ആൾക്കാരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മരിക്കാറായി എന്നുള്ളതിനെ കുറിച്ചിട്ട്. ചിലപ്പോൾ കണ്ട് ശീലമായിട്ടായിരിക്കും. ഇത്രയും മക്കൾ, 2 പെണ്ണുങ്ങളും 3 ആമക്കളും പേരക്കുട്ടികളും മരുമക്കളും എല്ലാം ഉണ്ടായിട്ട് എൻ്റെ കൈ കൊണ്ടാണ് ഒരു മുസ്ലിം തള്ള വെള്ളം കൊടുത്തിട്ട് ആ ഉമ്മ മരിച്ചത്. ഞാൻ